കൊടകര കുഴൽപ്പണ കേസിലെ ഇ.ഡി. കുറ്റപത്രത്തിനെതിരെ ഇപ്പോൾ തൃശൂരിൽ CPM-ന്റെ പ്രതിഷേധമുണ്ടെന്നറിയുന്നു. സൂരജ് സജി അതിന്റെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച ഇ.ഡി. ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നു എന്നറിയുന്നു. ഒപ്പം കരുവന്നൂരിലെ ഇത് മറ്റൊരു നിലപാടാകുമ്പോൾ എങ്ങനെയാണ് ഇ.ഡി. ഈ രീതിയിൽ നിലപാട് കൊടകരയിൽ സ്വീകരിക്കുന്നത് ചോദ്യവും ഉയർത്തുന്നു. CPM എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ CPM-ന്റെ പ്രതിഷേധം തൃശൂരിൽ? പ്രജിൻ, കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡി. നടത്തുന്ന കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തൃശൂർ നഗരത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതിൽ CPM ഉയർത്തിക്കാട്ടുന്ന കൃത്യമായി BJPയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പ്രതികരിച്ചത് രാഷ്ട്രീയ ദാസ്യവേലയാണ് ഇ.ഡി. നടത്തുന്നത് എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് CPM പോയത്. കഴിഞ്ഞ തവണ ഈ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലടക്കം ഉയർന്ന ഒരു വിമർശനമുണ്ട്. അതായത് ഇ.ഡിക്കെതിരെ ഒരു കടുത്ത നിലപാട് CPM-ന്റെ ഭാഗത്തു നിന്ന്, ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിച്ച് മണിക്കൂറുകളാകുന്നതിന് മുൻപ് തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. CPM ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു പരസ്യ പ്രതിഷേധം? അല്ല, ഇ.ഡിയുടെ ഈ ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ തീരുമാനത്തിനെതിരായി ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. കൊടകരയിലെ കുഴൽപ്പണം, ആ കുഴൽപ്പണത്തെക്കുറിച്ച് അന്വേഷിച്ച ഇ.ഡി. എന്ന ഏജൻസി BJPക്ക് നല്ല ചീട്ട് കൊടുക്കുന്നത് എന്ത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തിരൂർ സതീഷ് ഈ തൻ്റെ മൊഴിയെടുത്തില്ല എന്ന് പറയുമ്പോൾ സതീഷിൻ്റെ മൊഴിയെടുക്കാതെ അന്തിമമായ കുറ്റപത്രം എങ്ങനെയാണ് ഇ.ഡിക്ക് നൽകാൻ കഴിയുക? ഈ ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി നൽകാൻ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലാകെ അലയടിക്കും. അതിന് മുന്നോടിയായിട്ടാണ് തൃശ്ശൂരിലെ ഈ പ്രകടനം. എന്തായാലും പ്രജിൻ, ഇത് തന്നെയാണ്, വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കും എന്നുള്ളതാണ് CPM ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന പ്രജിൻ.